വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ ജനവാസ മേഖലയിൽ കരടി. ഇന്ന് വൈകിട്ടാണ് നാട്ടുകാർ കരടിയെ കണ്ടത്. 2 കരടിയും 2 കുട്ടിയുമുണ്ടെന്ന് നാട്ടുകാർ. അതേസമയം മേപ്പാടി റിപ്പൺ വാളത്തൂരിൽ ജനവാസ മേഖലയിൽ 2 പുലികളും എത്തി. ആഷിഖ് റഹ്മാൻ ഉണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, ഈ വന്യജീവികളെ കൊണ്ട് സർവ്വ വന്യജീവികളെ കൊണ്ട് മനുഷ്യർ ബുദ്ധിമുട്ടുകയാണ്. ഇതെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് കണ്ടത്? വനപാലകർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഖില, കരടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വയനാട് നെല്ലിമുണ്ടയിലാണ്. നെല്ലിമുണ്ടയിൽ നേരത്തെ വലിയ രീതിയിൽ കാട്ടാനാക്രമണമാണ് ദിനംപ്രതി ഉണ്ടായിരുന്നത്. രാത്രിയായിരിക്കും വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇതിൽ കരടിയെ കണ്ടത്. അത് ഒരു കരടിക്കൂട്ടമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 കരടിയും 2 കുട്ടിക്കരടികളുമുണ്ട്. അത് ജനവാസ മേഖലയോട് ചേർന്ന് ചെറിയൊരു കുന്നിന് മുകളിലേക്കായി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ അതിൽ സംസാരിക്കുന്നുണ്ട്. ചെറിയ കരടിയും കുട്ടിക്കരടിയും ഉണ്ടെന്ന കാര്യം നാട്ടുകാർ ദൃശ്യങ്ങളിൽ തന്നെ ശബ്ദമായി പറയുന്നുണ്ട്. എന്തായാലും വലിയ ഭീതിയാണ്. പ്രത്യേകിച്ച് ഈ കാട്ടാനശല്യം പൊതുവെ രാത്രിയിലാണെങ്കിൽ ഈ വൈകിട്ടുള്ള സമയത്താണ് ഈ ഒരു കരടി കണ്ടിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കരടി ഉണ്ടെന്നതും ആശങ്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നെല്ലിമുണ്ടയിൽ വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയിലാണ് 4 കരടികളെ കണ്ടത്. എന്തായാലും വനപാലകരെ വിവരം അറിയിച്ചിട്ടും ഈ വനപാലകർ വന്ന് പരിശോധന നടത്തിയില്ല എന്നൊരു ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇന്ന് വന്നത് ഇത്തരത്തിൽ പുലി ഇറങ്ങിയതാണ്. ഇത് റിപ്പൺ വാളത്തൂരിലാണ്. അവിടെ നേരത്തെ തന്നെ പുലിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഒരു റിസോർട്ടിന് സമീപത്തായി, ആ റിസോർട്ടിന് സമീപത്തോടുകൂടി നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അവിടെയും ഇത്തരത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തി ഇവയുടെ കാൽപാദം അടക്കം കണ്ട് അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പുലി എവിടേക്കാണ് പോയിരുന്നോ, എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ വന്യജീവികൾ പ്രത്യേകിച്ച് മേപ്പാടിയിലെ പല പ്രദേശങ്ങളിൽ കാട്ടാനയായിട്ടും പുലിയായിട്ടും ഇപ്പോൾ കരടിയായിട്ട് കൂടി വരുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അഖില, മലയോര മേഖലയിലെ ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നതാണ് ഈ വന്യജീവികളുടെ വരവും ആക്രമണവും എല്ലാം. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.